നമസ്കാരം. എല്ലാ ദിവസവും ഞാനും അതുവഴി പോകാറുണ്ടല്ലോ, എന്നിട്ടും ഞാനത് കണ്ടില്ലല്ലോ. താങ്കൾ എങ്ങനെയാണ് അത് കണ്ടുപിടിച്ചത്? ഈ ഒരു ചോദ്യം ഒരു സാധാരണക്കാരൻ്റേതല്ല. സാക്ഷാൽ ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ചെയർമാൻ മത്തർ അൽ തായറുടേതാണ്. ആരെ നോക്കിയാണ് അദ്ദേഹം ഇങ്ങനെ അത്ഭുതപ്പെട്ടതെന്നറിയണ്ടേ? നമ്മുടെ സ്വന്തം കാസർഗോഡുകാരനായ പ്രവാസി യുവാവ് തൻവീർ അഹമ്മദിനെ നോക്കി. ഒരു മെട്രോ സ്റ്റേഷൻ ബോർഡ് മാറ്റിച്ചതിന് ഇത്ര വലിയൊരു രാജകീയ വരവേൽപ്പ് കിട്ടുമോ എന്ന് നാം അമ്പരക്കും. പക്ഷേ ദുബായിൽ എല്ലാം സാധ്യം. അബു സഹയിലെ താമസ സ്ഥലത്തു നിന്ന് അൽഗൂസിലെ ഓഫീസിലേക്ക് ഷെയ്ഖ് സായിദ് റോഡിലൂടെ ദിവസവും പോകുമ്പോൾ തൻവീർ ഒരു കാഴ്ച ശ്രദ്ധിച്ചു. വേൾഡ് ട്രേഡ് സെന്റർ മെട്രോ സ്റ്റേഷന്റെ നെയിം ബോർഡ് പൊടി പിടിച്ച് വെയിലുകൊണ്ട് നിറം മങ്ങി ദയനീയമായി കിടക്കുന്നു. ദുബായിയുടെ സൗന്ദര്യത്തിന് ഇതൊരു കുറവാണല്ലോ എന്ന് മനസ്സിൽ തോന്നിയ തൻവീർ ഒരു കാര്യം ചെയ്തു. ആ ബോർഡിന്റെ ചിത്രങ്ങളും വീഡിയോയും പകർത്തി RTIയുടെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് അയച്ചു. പിറ്റേന്ന് ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോൾ തൻവീർ ഞെട്ടി. ആ പഴയ ബോർഡ് മാറി പുതിയത് മിന്നിത്തിളങ്ങുന്നു. വെറും 24 മണിക്കൂറിനുള്ളിൽ അധികാരികളുടെ ഇടപെടലുണ്ടായി. എന്നാൽ കഥ അവിടെയും തീർന്നില്ല. ഈ സ്മാർട്ട് പ്രവാസിയെ ആദരിക്കാൻ RTI ചെയർമാൻ നേരിട്ട് വിളിച്ചു വരുത്തി. എമിറേറ്റ്സ് ടവറിലെ RTI ഓഫീസിലെത്തിയ തൻവീറിനെ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം ചേർന്ന് കൈയടിച്ചാണ് സ്വീകരിച്ചത്. പ്രശസ്തി പത്രവും സമ്മാനങ്ങളും നൽകി അവർ ഈ യുവ മലയാളി പ്രതിഭയെ ആദരിച്ചു. തനിക്ക് ലഭിച്ച ഈ അപ്രതീക്ഷിത ബഹുമതി തൻവീർ ഒരു കൊച്ചു വീഡിയോയായി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെ അത് വൈറലാവുകയും ചെയ്തു.